20 വർഷം മുൻപ് തകർന്ന ഐക്യത്തിന് വീണ്ടും വാതിൽ തുറക്കുകയാണ് വെള്ളാപ്പള്ളി. NSSനോട് ഇനി ഒരു എതിർപ്പുമില്ല, അവരുമായി യോജിച്ചു പോകണം. 21-ന് ചേരുന്ന SNDP നേതൃയോഗത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചു. സംവരണത്തിന്റെ പേരിൽ NSSനെയും SNDPയെയും തമ്മിൽ തല്ലിക്കുകയായിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും ഒരു കൊമ്പ് കോർക്കാൻ തയ്യാറല്ല, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരുമായിട്ട് എന്തിന് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ലതും കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ച് തന്നോ? നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന പഴയ SNDPയുടെ മുദ്രാവാക്യം വെള്ളാപ്പള്ളി പരിഷ്കരിച്ചു. നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങി പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് BJP ലൈനാണോ എന്ന ചോദ്യത്തെ വെള്ളാപ്പള്ളി നടേശൻ തള്ളി. BJP 3 ക്രൈസ്തവരെ കേന്ദ്രമന്ത്രിയാക്കിയിട്ട് എന്ത് നേടാനായി എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു. ഭൂരിപക്ഷ സമുദായ ഐക്യത്തിന് വീണ്ടും ആഹ്വാനം നൽകിയ വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനെ കടന്നാക്രമിക്കുകയും ചെയ്തു. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ, ഇപ്പോൾ മനസ്സിലായില്ലേ? അത് അയാൾക്ക് ഇടവായി എന്ന് വരുന്ന ആരുടെ സ്വരമാണ്? എല്ലാം ലീഗിൻ്റെ. ലീഗല്ലേ ഇന്നിപ്പോൾ ഈ UDF വന്നാൽ ഭരിക്കുന്ന ആരാണ്? ലീഗായിരിക്കും. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപ ദിവസങ്ങളിൽ ഉയർത്തിയ രാഷ്ട്രീയം വെള്ളാപ്പള്ളിയും ആവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷം ഇവിടെ ഒരു വർഗീയ കലാപങ്ങളും ഉണ്ടായിട്ടില്ല. മാറാടുണ്ടായത് UDF കാലത്താണെന്നും വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തി. വെള്ളാപ്പള്ളി നടേശന്റെ ഐക്യ ആഹ്വാനത്തോട് കരുതലോടെയാണ് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പ്രതികരിച്ചത്. അത് അദ്ദേഹം പറഞ്ഞതല്ലേ, അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഞാനല്ല മറുപടി പറയണ്ടേ. വന്നാൽ സ്വീകരിക്കും അല്ലേ? ഇപ്പൊ പറയാനൊക്കെ സ്വീകരിക്കുന്നു സ്വീകരിക്കില്ലെന്നൊന്നും ഞാനിപ്പോ പറയില്ല. എന്താ ആ കാര്യം എന്നറിയാതെ സ്വീകരിക്കാനൊക്കോ അല്ലെ സ്വീകരിക്കാതിരിക്കാനൊക്കോ? അദ്ദേഹം എന്താ ചിന്തിക്കുന്നതെന്ന് അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ SNDP ഉയർത്തുന്ന പുതിയ സാമുദായിക ലൈന്റെ പ്രതിഫലനം എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.